കണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന എന്താന്ന് ചിലർക്കൊക്കെ അറിയായിരിക്കും നിങ്ങൾക്ക്, എന്നാലും ഞാനൊന്ന് പറയാം. മാങ്ങാപ്പഴം കൊണ്ട് തിര തേച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ 4 ദിവസം തേച്ച തിരയാണ്. ഇത് ഇനിയും കുറേ ദിവസം കൂടെ തേച്ച് ഒരു അരിഞ്ച് അടുത്ത് കനം വരുത്തണം. എന്നിട്ട് നമുക്ക് ഉണങ്ങിയിട്ട് പൊളിച്ചെടുത്ത് കുറേ പ്രോസസ്സും കൂടെ ഉണ്ട്. എല്ലാം കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ വീണ്ടും കാണിക്കാം. ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം കൂടെ ഇന്ന് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കാണാം. മാമ്പഴം തൊലി ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മാമ്പഴം കുളമ്പിൻ്റെ മാമ്പഴമാണ് കേട്ടോ. അതിന് ഒട്ടും പുളിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 നാട്ടുമാമ്പഴം കൂടെ ഞാൻ അതിൻ്റെ അടിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. നാട്ടുമാമ്പഴത്തിൻ്റെ ഒരല്പം മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി അരച്ചെടുത്ത പൾപ്പ് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. എല്ലാം ഇങ്ങോട്ട് വീണു. ഇതല്പം നാരായിട്ടുള്ളത്. നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് വെക്കാം. മാങ്ങാപ്പഴത്തിൻ്റെ ചാറ് അല്ലെ പൾപ്പ് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി കുറച്ചൊക്കെ ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് വെയിലത്തൊരു പാത്രത്തിൻ്റെ അടപ്പേ തേച്ചെടുക്കാം. അപ്പം നമുക്ക് പാളയോ അല്ലെ പായോ ഒന്നുമില്ല, മുറോ ഇല്ല. പിന്നെ ഒരു അലുമിനിയം പാത്രത്തിൻ്റെ ഒരു വലിയ അടപ്പയിൽ നമുക്ക് ഇത് തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അങ്ങനെ പല ദിവസം ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും തേക്കുന്നു. പല ദിവസം തേച്ച് നമുക്കൊരു ചെറിയ മാങ്ങാത്തര ഉണ്ടാക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരടപ്പ്. സാമാന്യം ഒരു വലിയ അടപ്പാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിക്കാം. മുഴുവൻ ഒഴിച്ചാൽ ശരിയാകുമെന്നറിയത്തില്ല. ഞാൻ ചൂടോടെ ഒഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കൈ കൊണ്ട് പരത്താൻ പറ്റില്ല. കുറച്ചും കൂടെ ഒഴിക്കാം അല്ലേ. ഞാനിത് പന്തലയിൽ ഇപ്പം വെയിൽ കുറവാണെന്നാലും അങ്ങ് വെക്കുക. കുറച്ച് കഴിയുമ്പം വെയിൽ വന്നോളുമായിരിക്കും എന്ന് വിചാരിച്ച്. 3-ാം ദിവസവും നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാക്കിയിട്ട് തിരയുണ്ടാക്കാൻ വേണ്ടി വയ്ക്കാം. പാത്രത്തിലേക്ക് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് തേച്ച് വെയിലത്ത് വയ്ക്കാം. ഇന്ന് നാടൻ മാങ്ങയില്ല, അതുകൊണ്ട് അരിക്കുന്നില്ല. ഇതാണ് ഇന്നലെ ഉണ്ടാക്കി 2 ദിവസം തേച്ചിട്ട് ഉണക്കി കൊണ്ട് വെച്ചിരിക്കുന്നതുണ്ടോ. കണ്ടോ, ഉറുമ്പൊന്നും കയറാതെ അടുപ്പേ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും ഉറുമ്പ് കയറിയാൽ അതെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഇതേപോലെ നമുക്കൊരു 1/2 ഇഞ്ച് അടുത്ത് കനമാകുന്നോടം വരെ തേച്ച് പിടിപ്പിക്കണം, ഉണക്കണം. വീണ്ടും തേച്ച് പിടിപ്പിക്കണം, ഉണക്കണം. ചൂടാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം പറ്റാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് തിളപ്പിക്കുന്നത്. 4-ാം ദിവസത്തെ പൾപ്പാണിങ്ങനെ നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും മിക്സിയുടെ വലിയ ജാറിന് 1 ജാർ എടുക്കും. അത് 2 പ്രാവശ്യമായിട്ട് തേച്ച് കൊടുത്ത്. നല്ല വെയിലല്ലേ, അതുകൊണ്ട് വെയിൽ കുറവാണെങ്കിൽ 2 പ്രാവശ്യം തേക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഈ മാങ്ങാപ്പഴം ഇളക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതെ നമ്മൾ തീയെ കുറച്ച് വെക്കണം. പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഇളക്കുന്ന കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4-ാം ദിവസത്തെ പൾപ്പ് നമ്മൾ ചൂടാക്കിയെടുത്ത് തേക്കും കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ കനം വരുന്ന പോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട്
വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കാം. ഇതാണ് നമ്മുടെ ആമ്പഴത്തര. കണ്ടോ, കുറച്ച് കനം വെച്ചു ഇന്നലത്തേനേക്കാൾ. ഇന്നിപ്പോൾ പാത്രത്തിൻ്റെ നിറമൊന്നും കാണാനില്ല, ഒരു തിളക്കവും മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട്. ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ നിറം മാറും കേട്ടോ. ഇപ്പോൾ രാവിലെ തേച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ കളറിൽ. തിര തേക്കാൻ അറിയാൻ പാടില്ലാത്തവരും തിര തേച്ചിട്ടില്ലാത്തവരും ഒക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നുണ്ടാക്കി നോക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഞാനിതുണ്ടാക്കി മുഴുവനും കഴിഞ്ഞ് വീഡിയോ ഇടുമ്പോഴത്തേനും ഒരു മാസത്തോടെയൊക്കെ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പകുതി ആയപ്പോഴേ തുടങ്ങി വെച്ചപ്പോഴേ നിങ്ങളെ ഒന്ന് കാണിച്ചത്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടില്ലോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഇതുപോലെ അടപ്പൊന്നും വേണ്ട, നല്ല പായൊക്കെ ഉള്ളവർ, തഴപ്പായുള്ളവർ മുറത്തേലും ഒക്കെ നമുക്ക് തേക്കാം. മുറത്തിൻ്റെയൊക്കെ ആദ്യത്തെ ദിവസം തന്നെ മുറത്തിൻ്റെയൊക്കെ പൊത്തൊക്കെ ഒന്ന് അടഞ്ഞു പോകാൻ പാകത്തിന് ഇച്ചിരി അരിപ്പൊടി കൊണ്ടൊക്കെ ആ പൊത്ത്, അരിപ്പൊടിയും മാമ്പഴച്ചാറും കൂടെ ഒന്നിച്ച് ആദ്യമത്തെ ദിവസം തേക്കുവാണെങ്കിൽ ആ പൊത്തൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും. ഇതിപ്പം ഇതിന് പൊത്തില്ലല്ലോ ഈ അടപ്പിന്, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണിക്ക് പോയില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരല്പം കഞ്ഞി വെക്കുന്ന അരിയ കേട്ടോ, കഞ്ഞി വെക്കുന്ന കുറച്ച് അരി എടുത്ത് ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ഈ മാമ്പഴത്തിനകത്തിടും. അപ്പം നന്നായിട്ട് കുറുകി വരും. അല്ലെങ്കിൽ നമ്മൾ പൊത്തുള്ള പായയിലും പരമ്പയിലും മുറത്തേലും ഒക്കെ വെക്കുമ്പോൾ ചിലപ്പം ചോർന്ന് പോകാനിടയുണ്ടല്ലോ. പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും നിങ്ങൾ തേക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഈ തിര പൊളിച്ചെടുത്ത് കഴിയുമ്പം അരിഞ്ഞൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.